ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. കാത്തിരിക്കുന്നതൻ ശുദ്ധിമാന്മാർ ഗണം കാഹളം കേൾക്കുമ്പോൾ വാനിൽ പോകും. കാത്തിരിക്കുന്നതൻ ശുദ്ധിമാന്മാർ ഗണം കാഹളം കേൾക്കുമ്പോൾ വാനിൽ പോകും. യേശു കർത്താവിന്റെ പൊന്മുഖം കാണുമ്പോൾ എത്രയോ സന്തോഷം സോദരരേ. യേശു കർത്താവിന്റെ പൊന്മുഖം കാണുമ്പോൾ എത്രയോ സന്തോഷം സോദരരേ. ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ വന്നു തീർന്നു പോകും. ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ വന്നു തീർന്നു പോകും. വാനസേനാഗണം നോക്കി നോക്കി നിന്നു അത്ഭുതപ്പെട്ടിടും ആ സദസ്സിൽ. വാനസേനാഗണം നോക്കി നോക്കി നിന്നു അത്ഭുതപ്പെട്ടിടും ആ സദസ്സിൽ. രാജനോടൊപ്പമായി പന്തിയിരിപ്പതു സത്യസഭ. ആരീവർ രാജനോടൊപ്പമായി പന്തിയിരിപ്പതു സത്യസഭ. പൊന്നേശു തമ്പുരാൻ ചിന്തിയ രക്തത്തിൻ ഫലമാം വിശുദ്ധ കൂട്ടമത്രേ. പൊന്നേശു തമ്പുരാൻ ചിന്തിയ രക്തത്തിൻ ഫലമാം വിശുദ്ധ കൂട്ടമത്രേ. ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ വന്നു തീർന്നു പോകും. ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ വന്നു തീർന്നു പോകും. വാനസേനാഗണം നോക്കി നോക്കി നിന്നു അത്ഭുതപ്പെട്ടിടും ആ സദസ്സിൽ. വാനസേനാഗണം നോക്കി നോക്കി നിന്നു അത്ഭുതപ്പെട്ടിടും ആ സദസ്സിൽ. പ്രതിഫലങ്ങൾ വിഭാഗിച്ചു കൊടുക്കും തൻ പേർക്കായി പാർത്തലെ വിശ്വസ്തരാൻ. പ്രതിഫലങ്ങൾ വിഭാഗിച്ചു കൊടുക്കും തൻ പേർക്കായി പാർത്തലെ വിശ്വസ്തരാൻ. ജീവിതം ചെയ്തതൻ ശുദ്ധിമാന്മാർ ഗണം വാങ്ങിടും സമ്മാനം ആ സദസ്സിൽ. ജീവിതം ചെയ്തതൻ ശുദ്ധിമാന്മാർ ഗണം വാങ്ങിടും സമ്മാനം ആ സദസ്സിൽ. ഹല്ലേലൂയാ ജയം,
ഹല്ലേലൂയ ജയം. അല്ലലെല്ലാം അന്നു തീർന്നു പോകും. ഹല്ലേലൂയ ജയം. ഹല്ലേലൂയ ജയം. അല്ലലെല്ലാം അന്നു തീർന്നു പോകും. വാനസേനാഗണം നോക്കി നോക്കി നിന്നു അത്ഭുതപ്പെട്ടിടും ആ സദസ്സിൽ. വാനസേനാഗണം നോക്കി നോക്കി നിന്നു അത്ഭുതപ്പെട്ടിടും ആ സദസ്സിൽ. കണ്ണുനീരെല്ലാം തുടച്ചിടുമേ അന്ന് എത്രയോ സന്തോഷം ആ സദസ്സിൽ. കണ്ണുനീരെല്ലാം തുടച്ചിടുമേ അന്ന് എത്രയോ സന്തോഷം ആ സദസ്സിൽ. കുഞ്ഞാട്ടിൻ കല്യാണശാലയാം വാനത്തിൽ കല്യാണ വേളയാഘോഷമത്രേ. കുഞ്ഞാട്ടിൻ കല്യാണശാലയാം വാനത്തിൽ കല്യാണ വേളയാഘോഷമത്രേ. ഹല്ലേലൂയ ജയം. ഹല്ലേലൂയ ജയം. അല്ലലെല്ലാം അന്നു തീർന്നു പോകും. ഹല്ലേലൂയ ജയം. ഹല്ലേലൂയ ജയം. അല്ലലെല്ലാം അന്നു തീർന്നു പോകും. വാനസേനാഗണം നോക്കി നോക്കി നിന്നു അത്ഭുതപ്പെട്ടിടും ആ സദസ്സിൽ. വാനസേനാഗണം നോക്കി നോക്കി നിന്നു അത്ഭുതപ്പെട്ടിടും ആ സദസ്സിൽ. ത്രിയേക ദൈവത്തിൻ്റെ സ്തുതി. കർത്താവിൻ്റെ പരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവസ്നേഹത്താൽ ആകർഷിക്കപ്പെട്ട് കൂടി വന്നിരിക്കുന്ന ദൈവജനത്തിന് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എൻ്റെ സ്നേഹമെന്ന്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. ഒന്നാമത്തെ പുനരുത്ഥാനത്തിന് വേണ്ടി നാം ഓരോരുത്തരും കാത്തിരിക്കുന്നവരാണ്. അത് ഓരോ വിശ്വാസിയുടെയും പ്രത്യാശയാണ്. ഈ ഭൂമിയിൽ ഉള്ളതൊന്നുമല്ല അവൻ്റെ പ്രത്യാശ. അവന് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നതും സ്വർഗീയ യെരൂശലേമിൽ അവന് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ സ്വർഗീയ ഭവനം മനുഷ്യൻ കണ്ണുകൊണ്ട് കാണുകയോ ചെവി കൊണ്ട് കേൾക്കുകയോ ഹൃദയം കൊണ്ട് സങ്കല്പിക്കുകയോ ചെയ്യാത്തതായ സ്വർഗീയ ഭവനം, ദൈവം അവന് കൊടുക്കുവാൻ പോകുന്നതായ സ്വർഗീയ ഭവനം. ആ ഭവനത്തിലേക്ക് അവനെ കൊണ്ടുപോകുവാനാണ് അവന് പുനരുത്ഥാനം കൊടുക്കുന്നത്. കർത്താവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ഓരോ വിശ്വാസിക്കും പുനരുത്ഥാനമുണ്ട്. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ നാം വ്യക്തമായി വായിക്കുന്നുണ്ട്: പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുമ്പോൾ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. കർത്താവിൻ്റെ 2-ാമത്തെ വരവിൻ്റെ 1-ാം ഘട്ടത്തിൽ നാം അവനെ കാണുന്ന മാത്രയിൽ അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 16-17 വാക്യങ്ങൾ വളരെ വ്യക്തമായി കർത്താവിൻ്റെ 2-ാമത്തെ വരവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടുകയും ചെയ്യും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. എവിടെ? ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ സ്വർഗീയ ഭവനത്തിൽ നാം ഇരിക്കും. അവിടേക്ക് കൊണ്ടുപോകുവാൻ കർത്താവായ യേശുക്രിസ്തു മധ്യാകാശത്തിൽ വരുമ്പോൾ അന്ന് പ്രിയമുള്ളവരെ നാം അവനെ
താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകുമെന്ന് പറയുന്നു. ഈ ഭൂമിയിലല്ല, സാത്താൻ അധീനമായ ഈ ഭൂമിയിലല്ല, നമ്മെ ഇവിടെ നിന്ന് ഉയർത്തിക്കൊണ്ടുപോകുമ്പോൾ നാം എങ്ങനെയുള്ളവരാകും? സാക്ഷാൽ കർത്താവായ യേശു ക്രിസ്തു ഏത് രൂപത്തിലായിരുന്നുവോ ആ രൂപത്തിൽ തന്നെ നാം അവനെ കാണുകയും അവനെ കാണുന്ന മാത്രയിൽ നാം അവനെ പോലെയാകുകയും ചെയ്യും. അവനെ കാണുന്നതായ അതേ മാത്രയിൽ നാം അവനെ പോലെയാകും. കർത്താവിൻ്റെ സാദൃശ്യവും കർത്താവിൻ്റെ സ്വരൂപവും കർത്താവിൻ്റെ തേജസ്സും നാം പ്രാപിക്കും. അത് നമ്മുടെ ആരുടെയും കഴിവുകൊണ്ടല്ല, അതൊരു വിശ്വാസിക്ക് ദൈവം കൊടുക്കുന്ന ദാനമാണ്. ഒരു വിശ്വാസിയായി ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന് അവൻ ഒറ്റയ്ക്കല്ല, അവനോടുകൂടെ പരിശുദ്ധാത്മാവാൻ ദൈവമുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ പരിശുദ്ധാത്മാവ് കൂടെ വസിക്കുന്ന ഒരു വ്യക്തിക്ക്, പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിക്ക്, പരിശുദ്ധാത്മാവ് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ വാക്കുകൾ പറഞ്ഞു കൊടുത്തോണ്ട് അവനെ നടത്തുന്ന ഒരു വ്യക്തിക്ക് അവന് നല്ല പ്രാഗൽഭ്യമാണ്. എന്നെ നടത്താൻ ഒരു ദൈവമുണ്ട്, അദൃശ്യനായ ദൈവം. ഒരു മനുഷ്യനും കാണാൻ കഴിയില്ല, പക്ഷെ ഒരു അദൃശ്യനായ ദൈവനെ നിയന്ത്രിക്കുന്നുണ്ട്. ആ വ്യക്തമായ ബോധ്യം ആ വ്യക്തിക്ക് കിട്ടും. പ്രിയപ്പെട്ടവരെ, അതാണ് ഭാഗ്യം, അതാണ് ഉറപ്പ്. ആ ഉറപ്പ് കിട്ടുന്ന വ്യക്തി എപ്പോഴും ദൈവത്തിലെ ആശ്രയിക്കും. അവനവൻ്റെ പണത്തിലെ ആശ്രയിക്കില്ല, അവനവൻ്റെ ആരോഗ്യത്തിൽ ആശ്രയിക്കില്ല, അവനവൻ്റെ ബന്ധുബലത്തിൽ ആശ്രയിക്കില്ല. അവനേകയാശ്രയം ദൈവത്തിലായിരിക്കും. അതൊരു വിശ്വാസിയുടെ ലക്ഷണമാണ്. ഒരു വിശ്വാസിയായി തലമുറ നിനക്ക് നിൽക്കാൻ മനസ്സുണ്ടോ? ദൈവം നോക്കും. അവൻ്റെ ഹൃദയം ദൈവത്തെ സ്നേഹിക്കുന്നതായിരിക്കും, അവൻ ദൈവവചനം അനുസരിക്കുന്നവനായിരിക്കും, അവൻ എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുന്നവനായിരിക്കും. ഈ 3 പ്രത്യേകതകൾ നിനക്കുണ്ടോ? നീ വിശ്വാസിയാണ്, നീ ഒന്നാമത്തെ പുനരുദ്ധാനത്തിന് യോഗ്യനാണ്. ദൈവത്തിലെ പ്രാപിക്കണം. അത് നിനക്ക് സൗജന്യമായി തരുവാൻ, അത് ദൈവത്തിൻ്റെ കൃപാദാനമാണ്. അത് ദൈവം നിനക്ക് സൗജന്യമായി തരുവാനാണ് ഇങ്ങനെയുള്ളതായ കൂടിവരവുകൾ ദൈവം തന്നിരിക്കുന്നത്. ആർക്കെല്ലാം അതിന് ആഗ്രഹമുണ്ട്? പ്രിയപ്പെട്ടവര്, അതാണ് അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്നത്. കർത്താവിനെ നാം കാണുന്ന മാത്രയിൽ, കർത്താവിൻ്റെ 2ാമത്തെ വരവിൻ്റെ 1ാം ഘട്ടമായ മേഘപ്രത്യക്ഷതയിൽ അവൻ മധ്യാകാശത്തിൽ വരുമ്പോൾ നാം അവന് സാക്ഷാലായിരിക്കുന്ന രൂപത്തിൽ നാം അവനെ കാണും. മണവാട്ടി സഭ അവരുടെ മണവാളനെ കാണും. നിങ്ങൾക്ക് ആർക്കെല്ലാം അത് മനസ്സിലാവും? പ്രിയപ്പെട്ടവരെ, അന്ന് ക്രിസ്തുവിൽ മരിച്ചോറും പോയി എഴുന്നേൽക്കും. ഹാബേൽ മുതലുള്ള വിശുദ്ധന്മാർ, ആ നിമിഷം വരെയും ഉള്ളതായ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർക്കും. അന്ന് ജീവനോടെ ഇരിക്കുന്ന വിശുദ്ധന്മാർ അവർ രൂപാന്തരം പ്രാപിക്കും. എന്താണ് രൂപാന്തരം? ഇന്നുള്ള മുഖം തന്നെയായിരിക്കും, പക്ഷേ അന്ന് സ്ത്രീയോ പുരുഷനോ ആയിരിക്കില്ല. ക്രിസ്തുവിനെ മണവാട്ടി സ്ത്രീയോ പുരുഷനോ അല്ല, അവ സ്വർഗത്തിലെ ദൂതന്മാരെ പോലെയായിരിക്കും. അതാണ് മണവാട്ടി സഭ. ആ മണവാട്ടി സഭയോടുകൂടെയാണ് മണവാളനായ ക്രിസ്തു നിത്യത മുഴുവനും ചെലവഴിക്കാൻ പോകുന്നത്. ആ സൗഭാഗ്യം അത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതല്ല, അത് നമുക്ക് ധ്യാനിക്കാൻ കഴിയുകയില്ല. നമ്മുടെ ഈ ബുദ്ധിയിൽ അത് ഒതുങ്ങുന്ന കാര്യങ്ങളല്ല. നാം ക്രിസ്തുവിനെ പോലെ തന്നെയാവും. ക്രിസ്തു എന്ന ഏകപുരുഷന്റെ നിർമ്മല മണവാട്ടിയായി നാം 1ാമത്തെ പുനരുദ്ധാനത്തിൽ തീരും. സ്വർഗീയ ദൂതന്മാരെ പോലെയാകും. പോരാ, അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, നാം മാലാഖമാരേക്കാൾ ഉന്നതമായ പദവിയിലായിരിക്കും. മാലാഖമാർ ദൈവത്തെ ശുശ്രൂഷിക്കുന്നവരാണ്. എന്നാൽ മണവാട്ടി സഭ മണവാളിനോടുകൂടെ അതേ സിംഹാസനത്തിലിരിക്കുന്നവരാണ്. സ്തോത്രം. അവൻ്റെ സിംഹാസനം അവൻ പങ്കിടുന്നത് മണവാട്ടിക്കാണ്, മാലാഖമാർക്കല്ല, ദൂതന്മാർക്കല്ല. നാം മാലാഖമാരെ വിധിക്കുമെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയും. അതിശ്രേഷ്ഠമായ പദവി ഈ ഭൂമിയിലും ആ പദവിയാണ് ദൈവം നമുക്ക് തന്നത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 28-ാം വാക്യത്തിൽ ദൈവം അവരെ അനുഗ്രഹിക്കുമ്പോൾ, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഈ ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി വാഴുക എന്നാണ് ദൈവം പറയുന്നത്. രാജാവും രാജ്യമായി വാഴുക എന്നാണ് പറയുന്നത്. കുറഞ്ഞ പദവിയൊന്നുമല്ല ദൈവം തന്നത്. പ്രിയപ്പെട്ടവര്, ആകാശത്തിലും ഭൂമിയിലും സമുദ്രത്തിലുമുള്ള സകലത്തെയും അടക്കി വാഴുവാനുള്ള അധികാരം ദൈവം മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. സ്തോത്രം. നാം അടക്കി വാഴേണ്ടവരാകേണ്ടതാണ്. അതിന് വേണ്ട യോഗ്യത വിശ്വാസം മാത്രമാണ്. സ്തോത്രം.
നമുക്ക് കഴിയുന്നുണ്ടോ പ്രിയപ്പെട്ടവർ? ഇല്ലെങ്കിൽ നമുക്ക് സംവദിക്കാൻ ദൈവത്തോട്, കർത്താവേ, നീ ഒരുക്കി വെച്ചത് അറിഞ്ഞില്ല, നീ എന്നെക്കുറിച്ച് വിളിച്ചതായ വിളിയുടെ ഗൗരവം എനിക്ക് അറിയാൻ പറ്റിയില്ല, ഞങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ ഞങ്ങൾ ശ്രമിച്ചില്ല, ഞങ്ങൾ ഈ ലോകത്തിലെ ഭദ്രതയുടെ പിന്നാലെ പോയി, പണത്തിൻ്റെ പിന്നാലെ പോയി, ലോക സുഖങ്ങളുടെ പിന്നാലെ, ജഡഇമ്പങ്ങളുടെ പിന്നാലെ പോയി, ഞങ്ങളുടെ സമയങ്ങളെല്ലാം ഞങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു. എല്ലാം ക്ഷമിക്കണമേ, പൊറുക്കണമേ എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവർ, നീ പന്നികളുടെ കൂട്ടിലായിരുന്നാലും, നീ പന്നികളോടുകൂടെ നിന്റെ ആയുസ് ചെലവഴിച്ചവനാണെങ്കിലും, നീ അപ്പൻ്റെ ഭവനം വിട്ട് ഇറങ്ങിപ്പോയ മുടിയൻ പുത്രനാണെങ്കിലും, ക്ഷാമം വന്നപ്പോൾ, കെടുതി വന്നപ്പോൾ, ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നപ്പോൾ, നിന്റെ മനസ്സാടി ഉലഞ്ഞപ്പോൾ, നീ ഭയപ്പെട്ട് വിറച്ചിരുന്നപ്പോൾ, അന്ന് ദൈവം നിനക്ക് ബോധ്യം തരുന്നുണ്ട്, നിന്റെ കുറവ് കൊണ്ടാണ് നിനക്കിതെല്ലാം വന്നത്. പന്നിയുടെ വാളവര പോലും തിന്നുവാനില്ലാതെ വിശപ്പ് കൊണ്ട് വശം കെട്ടപ്പോൾ ആ മുടിയൻ പുത്രൻ ഒരു കാര്യം ഓർത്തു, എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ വേലക്കാർ തിന്ന് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. സഹോദരീ സഹോദരങ്ങളെ, ഇന്ന് നിനക്കെല്ലാ സൗകര്യങ്ങളുമുണ്ട്, പക്ഷേ ആത്മീകമായി നശിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ആർക്കെല്ലാം തോന്നുന്നുണ്ട്. ആ നിലവിളിയുടെ ശബ്ദം മൈലുകൾക്കപ്പുറത്ത് നിന്റെ സ്നേഹവാനായ അപ്പൻ കേൾക്കും. സ്തോത്രം. പന്നികളോട് യാത്ര പറഞ്ഞുകൊണ്ട് ആ മുടിയൻ പുത്രൻ, അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോടും പാപം ചെയ്തു, നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല, നിന്റെ ഭവനത്തിൽ കൂലിക്കാരനെ പോലെ എന്നെ കൈക്കൊള്ളണമേ എന്ന് ഹൃദയത്തിൽ കരഞ്ഞുകൊണ്ടുവരുന്നതായ കരച്ചിലൊരു ശബ്ദം സ്നേഹവാനായ പിതാവായ ദൈവം കേട്ടു. അവൻ ഓരോ ആത്മാക്കളുടെയും കരച്ചിൽ കേൾക്കുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, ആ ശബ്ദം കേട്ടുകൊണ്ട് താൻ ജീവൻ കൊടുത്ത, താൻ ഈ ഭൂമിയിൽ ജീവൻ കൊടുത്ത ഓരോ വ്യക്തിയുടെയും കരച്ചിൽ കേട്ടുകൊണ്ട് അവൻ ഇന്ന് നിങ്ങളെ തേടി വന്നിട്ടുണ്ട്. അവൻ നിങ്ങളുടെ അരികിൽ നിൽക്കുന്നുണ്ട്. അവൻ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. ആ മുടിയൻ പുത്രൻ, അവൻ കീറി നാറിയവനായിരുന്നു, പന്നികളോടെ കഴിഞ്ഞവനായിരുന്നു, എല്ലാം നഷ്ടപ്പെട്ടവനായിരുന്നു. വിലപ്പെട്ട അങ്കി നഷ്ടപ്പെട്ടു, കൈകളിലെ സ്വർണ്ണമോതിരം നഷ്ടപ്പെട്ടു, സുവിശേഷത്തിൻ്റെ പദവിയാകുന്ന കാലിലെ ചെരുപ്പ് പോയി, എല്ലാം നഷ്ടപ്പെട്ടു. എന്നാൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവോട് പറയാമോ, കർത്താവേ, എനിക്ക് മടങ്ങി വരാൻ ആഗ്രഹമുണ്ട്, ഒരു പുതിയ ജീവിതത്തിൽ എനിക്ക് ആഗ്രഹമുണ്ട്, എൻ്റെ അടുക്കിലേക്ക് വന്നോട്ട്. എൻ്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ എനിക്ക് യോഗ്യതയില്ല, ഒരു കൂലിക്കാരനെ പോലെ, അത് മതി. വിശപ്പ് കൊണ്ട് നശിക്കുന്നു, എനിക്ക് ഇത്തിരി അപ്പം, ദാഹത്തിന് ഒരു തുള്ളി വെള്ളം, അത് മതി കർത്താവേ, എനിക്ക് വേറെ ക്ലെയിമില്ല, അവകാശവാദങ്ങളില്ല, എന്നെ കൈക്കൊള്ളാമോ? ആരെ ഇപ്പോൾ ഹൃദയം തകർന്ന ഹൃദയത്തോട് ചെല്ലുന്നുണ്ട്. അവനെ സ്വീകരിക്കാൻ സ്നേഹവാനായ ദൈവമുണ്ട്. അതിനെ തള്ളിക്കളയുന്നവനല്ല, അവൻ നിന്നോട് മനസ്സിലുള്ളവനാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്നവനെ കൈക്കൊണ്ടാൽ, ഇന്നവനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചാൽ, അവൻ നിന്നെ കെട്ടിപ്പിടിച്ചാലിങ്ങനെ ചെയ്യും. കഴിഞ്ഞ കാല പാപങ്ങളെല്ലാം ആദ്യം മറക്കും. അവനെല്ലാം മറക്കുന്നവനാണ്. അവനൊന്നും ഓർത്തു വെച്ചിരിക്കുകയില്ല. അതവൻ്റെ വാക്തത്വമാണ്. ഞാൻ ഒരു നാൾ നിന്റെ പാപങ്ങൾ ഓർക്കുകയില്ല എന്നവൻ വാക്ക് പറഞ്ഞവനാണ്. നിന്റെ പാപങ്ങളെ ഞാൻ സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് ഇട്ടുകളയുമെന്നവൻ വാക്ക് പറഞ്ഞവനാണ്. അവൻ ഒരിക്കലും പാപം എന്നെ ഓർക്കുന്നവനല്ല. ഈ സ്നേഹവാനായ ദൈവത്തെ മറന്ന് ജീവിക്കല്ലേ. ഇന്ന് കാണുന്ന ചില താൽക്കാലിക കാര്യങ്ങൾ കണ്ടുകൊണ്ട് നീ അഹങ്കരിക്കരുത്. എൻ്റെ ഹൃദയത്തിൻ്റെ വാരക്കൽ എളിമയോട് നിൽക്കുന്ന കർത്താവായ യേശു ക്രിസ്തു എന്ന ഏക രക്ഷകനെ നീ കാണുക. ഇമ്മാനുവേലാം ദൈവത്തെ നീ കാണുക. അവൻ നിന്നോടുകൂടെ വസിക്കേണ്ട ദൈവമാണ്. അവൻ നിന്നോടുകൂടെ ഇരിക്കേണ്ട ദൈവമാണ്. അവൻ നിന്നെ വഴി നടത്തേണ്ട ദൈവമാണ്. അവൻ നിന്നെ ഒന്നാമത്തെ പുനരുദ്ധാനത്തിനായി ഒരുക്കേണ്ട ദൈവമാണ്. അവൻ ഒരുക്കിക്കൊള്ളും. അവൻ മാത്രമാണ് ഒരുക്കുന്നത്. ബാക്കിയെല്ലാം നീ മറക്കുക, ബാക്കിയെല്ലാം നീ ത്യജിക്കുക. മനസ്സാണോ? വിഗ്രഹാരാധിയായ അബ്രഹാമിനെ കൽദയപട്ടണമായ ഊരിൽ നിന്ന് ദൈവം വിളിക്കുമ്പോൾ അവൻ വിഗ്രഹാരാധിയായിരുന്നു, പുറജാതിയുടെ ദേശത്ത് ജീവിക്കുന്നവനായിരുന്നു, വിഗ്രഹങ്ങളുണ്ടാക്കി വിൽക്കുന്നവനായിരുന്നു.
ദൈവമായി ഒരു ബന്ധമില്ലാത്തവനായിരുന്നു. എന്നാൽ ദൈവം അവനെ വിളിച്ചു, അബ്രഹാമിനെ വിളിച്ചു. ആ വിളി ദൈവമാണ് എന്ന് വിശ്വസിക്കാൻ അബ്രഹാമിന് കഴിഞ്ഞു. നാം എങ്ങനെയാണ് വായിക്കുന്നത്? അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് ദൈവം നീതിയായി കണക്കിട്ടു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ബാക്കിയെല്ലാം നിങ്ങൾക്ക് മറക്കാം. ദൈവസ്നേഹം നിന്റെ ഹൃദയത്തിൻ്റെ വാരക്കിൽ നിന്നോട് നിന്നെ മുട്ടി വിളിക്കുകയാണ്. ആ സ്നേഹത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട്, ആ സ്നേഹവാനായ ദൈവമാണെന്നെ വിളിക്കുന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് ബാക്കിയെല്ലാം നിങ്ങൾ മറക്കുക. നിങ്ങൾ എവിടെ ഇരിക്കുന്നുണ്ട് മറക്കുക. വചനം ആരാണ് പറയുന്നത് നിങ്ങൾ മറക്കുക. എൻ്റെ നിത്യനായ ദൈവം, സ്നേഹവാനായ ദൈവം എന്നെ വിളിക്കുന്നു നിങ്ങൾ വിചാരിച്ചുകൊണ്ട്, വിശ്വസിച്ചുകൊണ്ട് ഇറങ്ങി പുറപ്പെടാൻ നിങ്ങൾക്ക് മനസ്സാണ്. ആയിരിക്കുന്ന അവസ്ഥയോട് യാത്ര പറയാൻ നിങ്ങൾക്ക് മനസ്സാണ്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി ദൈവം കണക്കിട്ടു. സ്തോത്രം. അപ്പൻ്റെ ഭവനം വിട്ടിറങ്ങിപ്പോയ മുടിയനായ പുത്രൻ്റെ കീറിനേറിയ വേഷമല്ല, അത് മാറിയിട്ട് പകരം മേൽത്തരമായ അങ്കി കൊണ്ട് അവനെ പുതപ്പിക്കുന്ന ഒരു പിതാവായ ദൈവം. സ്തോത്രം. ആ ദൈവമാണ് എന്നെ നിങ്ങളെ വിളിക്കുന്നത്. ഇനി നീ വചനം കേട്ട് വിട്ടുകളയല്ലേ, ശിക്ഷയ്ക്ക് കാരണമായി തീരല്ലേ. ഇനി അതിന് കാലമില്ല. പന്നിയുടെ മുൻപിൽ ഇട്ടുകൊടുത്ത് ആ മുത്തുപോലെ നീ വചനത്തെ ചവിട്ടിക്കളയരുത്. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. ആ വചനത്തെ നീ ചവിട്ടിയാൽ, ദൈവ സ്നേഹത്തെ നീ മറികടന്നാൽ, നിനക്ക് വച്ചിരിക്കുന്നത് ഗന്ധകത്തിൽ പോയിക്കുകയാണ്. ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ നിനക്ക് പങ്ക് കിട്ടുന്നില്ലെങ്കിൽ, പ്രിയപ്പെട്ടവര്, അന്ത്യം എവിടെയാണ് നിങ്ങൾക്കറിയാമോ? ഗന്ധകം കത്തുന്ന തീപ്പൊയിലേക്കേ പോകൂ. വേറൊരു സാധ്യതയില്ല. സ്വർഗത്തിനും നരകത്തിനും ഇടയ്ക്ക് വേറൊരു മീഡിയമില്ല. നിനക്ക് വേറൊരു സ്ഥലമില്ല. ഓർത്തോണം. ഇപ്പോൾ ആ സ്വർഗം നീ സ്വന്തമാക്കുന്നില്ലെങ്കിൽ, ഇപ്പോൾ ദൈവസ്വരം നീ തിരിച്ചറിയുന്നില്ലെങ്കിൽ, പിന്നെ നിനക്ക് വച്ചിരിക്കുന്നത് ഗന്ധക തീപ്പൊയ്ക മാത്രമാണ്. ഗന്ധകം കത്തുന്ന തീപ്പൊയ്ക. പ്രിയപ്പെട്ടവരെ, നമുക്കത് വേണമോ? എന്നാൽ സ്നേഹവാനായ ദൈവം നിന്റെ പാപങ്ങളെ ഇപ്പോൾ കഴുകും. നിനക്ക് മനസ്സാണെന്നൊരു വാക്ക് നീ പറഞ്ഞാൽ, ഹൃദയവും ദൈവവുമായിട്ടാണ് ബന്ധം. നിന്റെ വേഷമല്ല, നിന്റെ പ്രവൃത്തിയല്ല, നിന്റെ വാക്കുകളല്ല, നിന്റെ പ്രാർത്ഥനയുടെ ഇമ്പമല്ല, നിന്റെ ഹൃദയത്തിലേക്കാണ് ദൈവം നോക്കുന്നത്. ഹൃദയവുമായിട്ടാണ് ദൈവത്തിൻ്റെ ബന്ധം. സ്തോത്രം. നിന്റെ ഹൃദയത്തിൽ ഇപ്പോൾ പുതിയ തീരുമാനങ്ങൾ വന്നാൽ ആ തീരുമാനങ്ങളാണ് ദൈവം കാണുന്നത്, നിന്റെ വാക്കുകളുടെ കസർത്തല്ല. സ്തോത്രം. പ്രിയപ്പെട്ടവര്, പുതിയ തീരുമാനങ്ങൾ വന്നാൽ അവൻ്റെ നീട്ടിയിരിക്കുന്ന കരം, ആ കരം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ കരം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പ്രിയപ്പെട്ടവര്, ആ കരങ്ങൾ കാണുവാനുള്ള ഭാഗ്യം കർത്താവ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? ചോരഗിനി എന്ന അവൻ്റെ പരിശുദ്ധമായ കരങ്ങൾ കണ്ടാൽ, പ്രിയപ്പെട്ടവര്, ആ കരത്തെ തള്ളി മാറ്റാൻ നമുക്ക് ആർക്കും കഴിയുകയില്ല. നാം ആ കരം മുത്തും പോരാ, ആ കരത്തിൽ നാം ഉമ്മവെക്കുക മാത്രമല്ല, ആ മുറിവുകളിൽ നാം ഊതും. കർത്താവേ, ഇനിയുള്ള എൻ്റെ ആയുസ് ഈ മുറിവുകളിൽ ഞാൻ ഊതിക്കോട്ടെ എന്ന് നീ പറയും. കർത്താവ് തന്നെ അനുവദിക്കും. ആ തിരുമാർവിൽ നീ ചാരി നിൽക്കും. എൻ്റെ സ്നേഹമുള്ള തിരുമാർവിൽ നിന്ന് ഒഴുകുന്നതായ രക്തവും വെള്ളവും അത് നിനക്ക് വേണ്ടിയാണ്. നിന്നെ കഴുകുവാനാണ്, നിന്നെ കുടിപ്പിക്കാനാണ്. ജീവജലത്തിൻ്റെ ഉറവയിൽ നിനക്ക് തരുന്നത് നിനക്ക് ജീവൻ പകരാനാണ്. സഹോദരി സഹോദരങ്ങളെ, ആ തിരുമാറിൽ നിങ്ങൾ ചേർന്ന് നിൽക്കുമ്പോൾ അവനവനോട് തന്നെ ചേർക്കും. ആ സ്നേഹം നീ അറിയാൻ തുടങ്ങും. ഇനി നിങ്ങൾ ദിവസങ്ങൾ കളയരുത്. അവൻ എൻ്റെ പാപങ്ങൾ ക്ഷമിച്ചു തന്നാൽ അവൻ മറ്റൊന്നുകൂടെ ചെയ്യും. നിങ്ങൾക്കറിയാമോ? പരിശുദ്ധാത്മാവാ ദൈവത്തെ, നിഷ്കളങ്കമായ ആത്മാവിന് അവൻ നിൻ്റെ ഹൃദയത്തിലേക്ക് ദാനമായി തരും. സ്തോത്രം. നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവർ? ആത്മാവ് വന്നാൽ അവൻ കാര്യസ്ഥനാണ്, അവനാണ് നടത്തുന്നത്. പിന്നെ നീ അല്ല സഹോദര നടക്കുന്നത്. നിന്നെ നടത്താൻ ഒരു പരിശുദ്ധാത്മാവുണ്ട്, അവന് തെറ്റുപറ്റുകയില്ല. സ്തോത്രം. നിന്റെ ഹൃദയത്തിൽ വസിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവാൻ ദൈവം നിനക്ക് വേണ്ടി ഞരങ്ങുമ്പോൾ ആ ഞരങ്ങലിന്റെ ശബ്ദം പിതാവാ ദൈവത്തിന് മറികടക്കാൻ സാധ്യമല്ല. സ്വർഗമാ സ്വരം ശ്രദ്ധിക്കും. പരിശുദ്ധാത്മാവിന്റെ ഞരക്കം സ്വർഗം ശ്രദ്ധിക്കും.
ഈ വ്യക്തിക്ക് വേണ്ടി ഞരങ്ങുന്ന പരിശുദ്ധാത്മാവിന്റെ അപേക്ഷ പിതാവാരെയും അംഗീകരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഈ പരിശുദ്ധാത്മാവിനെ നടത്തും. നഷ്ടപ്പെട്ടതെല്ലാം നിനക്ക് തിരികെ തരും. ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ ദൈവത്തിന്റെ അതേ സാദൃശ്യവും അതേ സ്വരൂപവും പരിശുദ്ധാത്മാവാൻ ദൈവം നിനക്ക് തന്നുകൊണ്ടിരിക്കും. നീ അറിയണ്ട. അതെങ്ങനെയാണ് നീ ബുദ്ധിയിൽ ചിന്തിക്കണ്ട. ഞാൻ വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ആദാമിന് ദൈവം കൊടുത്ത അതേ ദൈവിക സാദൃശ്യവും അതേ സ്വരൂപവും പരിശുദ്ധാത്മാവാൻ ദൈവം ഒന്നാമത്തെ പുനരുദ്ധാനത്തിന് മുൻപായി നിനക്ക് തന്നിരിക്കും. ഉറപ്പ്. ദൈവത്തിന്റെ സ്വരൂപവും ദൈവത്തിന്റെ സാദൃശ്യവും പരിശുദ്ധാത്മാവ് നിനക്ക് തരുമെങ്കിൽ നീ കർത്താവിന്റെ ഗംഭീര സ്വരം കേൾക്കും. അല്ലാതെ ജീവനോടെ ഉണ്ടെങ്കിൽ നീ ആ കാഹളനാരം കേൾക്കും. അന്ന് നീ രൂപാന്തരപ്പെടും. അന്ന് മധ്യാകാശത്തിൽ അത്യുജ്വല പ്രകാശത്തോടെ നിൽക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ നീ കാണും. കാണുന്ന മാത്രയിൽ ക്രിസ്തുവിന്റെ തേജസ് നീ ധരിക്കും. സ്തോത്രം. നീ സാക്ഷാൽ ക്രിസ്തുവിന്റെ മണവാട്ടിയായി തീരും. ഇവിടെ നിന്ന് നീ പറക്കും. സ്തോത്രം. പ്രിയപ്പെട്ടവര്, അത് നിങ്ങൾ ബുദ്ധിയിൽ ചിന്തിക്കണ്ട. ഇതെല്ലാം പരമസത്യങ്ങളാണ്. വേദപുസ്തകത്തിലെ വള്ളിപുള്ളി മാറാത്ത വചനത്തിന്റെ സത്യങ്ങളാണ്. എല്ലാം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുകിട്ടാൻ നിനക്ക് മനസ്സുണ്ടോ? നിനക്ക് ആഗ്രഹമുണ്ടോ? ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. ആ വിശുദ്ധി എങ്ങനെ കിട്ടും? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പാരമ്പര്യങ്ങൾ കൊണ്ട്, നന്മ പ്രവൃത്തികൾ കൊണ്ട്, കുടുംബ മഹിമകൾ കൊണ്ട്, എൻ്റെ ഏതെങ്കിലും പ്രവർത്തനങ്ങൾ കൊണ്ട് നിനക്ക് ലഭിക്കുകയില്ല. തരുന്നത് പരിശുദ്ധാത്മാവാണ്. ക്രിസ്തുവിനെ മണവാട്ടിയാക്കി നിന്നെ തീർക്കും. ആ അവസ്ഥയിലേക്ക് നിന്നെ കൊണ്ടുവരും. ഒന്നാമത്തെ പുനരുദ്ധാനം നിന്നെ പങ്കുള്ളവനാകും. നമുക്ക് വീണ്ടും വായിക്കാം. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ യോഹന്നാൻ ഇപ്രകാരം പറയും: ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്നും നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചവരാരും പാപം ചെയ്യുന്നില്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. അലർന്ന സിംഹം പോലെ പിന്നാലെ വരുന്ന ഭീകരനായ സാത്താൻ നിന്നെ തൊടാൻ സാധ്യമല്ല. അനേകർക്കിത് മനസ്സിലാകുമോ? എനിക്ക് ആഗ്രഹമുണ്ട്, സാധിക്കുന്നില്ല. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, കൂട്ടായ്മയ്ക്ക് പോകുന്നുണ്ട്, വേദവസം വായിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. അയ്യോ, എന്തെല്ലാം ലിസ്റ്റുകൾ ആർക്കെല്ലാം പറയാനുണ്ട്, എന്തെല്ലാം നന്മ പ്രവർത്തികൾ പറയാനുണ്ട്. ജീവിതത്തിൻ്റെ ബഹുഭൂരിപക്ഷ സമയവും അതിനുവേണ്ടി ചെലവഴിക്കുന്നുവെന്ന് അഭിമാനിക്കുന്നവരുണ്ട്. പക്ഷേ വള്ളി മാറാത്ത ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചവനാരും പാപം ചെയ്യുന്നില്ല. ചില ഉന്നത സ്ഥാനങ്ങളിൽ നിന്ന് അതിൽ കൂടുതൽ ഞാൻ പറയാൻ എനിക്ക് നിർവാഹമില്ല. നിങ്ങളെന്താ പ്രസംഗിക്കുന്നത്? ഈ ഭൂമിയിൽ പാപം കൂടാതെ ജീവിക്കാൻ കഴിയുമോ എന്ന് ചില ഉന്നതങ്ങളിൽ നിന്ന് എൻ്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, ഉന്നതന്മാർ പോലും ഒരു വിശ്വസിക്കാത്ത കാലം, അവിശ്വാസത്തിൻ്റെ കാലം, കർത്താവ് 2-ാമത്തെ വരവേറ്റം അടുത്തിരിക്കുന്ന കാലം, എല്ലാം കാണുന്നവനായ കർത്താവ് തന്നെ പരസ്യ ശുശ്രൂഷ നാളിൽ പറഞ്ഞു, മനുഷ്യപുത്രൻ 2-ാമത് വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? സഹോദര, വിശ്വാസം ത്യജിക്കപ്പെടുന്ന ഈ തലമുറയിൽ നിനക്കൊരാൾക്കാർ വിശ്വാസിയായി നിൽക്കാമോ? സർവകൃപകളും ദൈവം നിന്റെ മേൽ പകരും. ദൈവം വാക്ക് മാറാത്തവനാണ്. ദൈവം ഭോഷ്ക് പറയുന്നവനല്ല. അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. കർത്താവേ, ഈ തലമുറ ഒരു വിശ്വാസിയായി നിൽക്കാൻ എനിക്ക് മനസ്സുണ്ട്, നിനക്കൊരു വാക്ക് പറയാമോ? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവൻ കൂടെ ഇരുന്ന് വഴി നടത്തിക്കൊള്ളു. സർവശക്തനായ ദൈവം, നമുക്ക് മതിയായവനായ ദൈവം, അവനൊരിക്കലും നമ്മളെ തള്ളിക്കളയുകയില്ല. ഞങ്ങൾ വിശ്വസിക്കൂ പ്രിയപ്പെട്ടവരെ. ദൈവത്തിൽ നിന്ന് ജനിച്ചവരാരും പാപം ചെയ്യുന്നില്ല. നാം വായിക്കുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ദൈവത്തിൽ ജനിച്ചവൻ തന്നെ താൻ സൂക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അവനൊരു സൂക്ഷിപ്പുകാരനുണ്ട്, അവനൊരു സംരക്ഷകനുണ്ട്, അവനൊരു കാര്യസ്ഥനുണ്ട്, അവനെ പൊറിഞ്ഞു നിൽക്കുന്ന ഒരു പരിശുദ്ധാത്മാവ് ദൈവമുണ്ട്. ആ പരിശുദ്ധാത്മാവുണ്ടോ, അവൻ നിന്നെ കാത്തുകൊള്ളും. ഉറപ്പാണ് പ്രിയപ്പെട്ടവർ.
ഈ പാവപ്പെട്ട ക്രമകീടമായ ഞാൻ പറയാം, എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയാം, ഒരുത്തൻ്റെ നേരെ കൈ നീട്ടാൻ അവൻ അനുവദിക്കില്ല, സമൂഹത്തിൽ തരം താഴാൻ അവൻ അനുവദിക്കില്ല. സ്തോത്രം. ഒന്നുമില്ലാത്തവനായി നിൽക്കുമ്പോൾ നിനക്ക് വേണ്ടി എല്ലാം ഉള്ളവനായവൻ നിന്നോടുകൂടെ നിൽക്കും. സ്തോത്രം. നിരായുധനായി ഏലാത്താരി നിൽക്കുന്ന ദാവീദിന്റെ മുൻപിൽ സർവായുധ വർഗത്തോട് നിന്ന ഒരു പരിശുദ്ധാത്മാവാൻ ദൈവമുണ്ട്. അറേ ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. അറേ വിശ്വാസിയുടെ ഹൃദയത്തിൽ ഇന്ന് ജീവിക്കുന്നുണ്ട്. ഇന്ന് വിശ്വാസി ഈ ഭൂമിയിലുണ്ട്. ദൈവത്തിൽ ജനിച്ചവരാരും പാപം ചെയ്യുന്നില്ല. സമാധാനത്തോടെ തൻ്റെ ഇടത്തോട് ഈ ലോകത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട്, അനേക ഉന്നതങ്ങളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ദൈവത്തിൽ ജനിച്ചവരാരും പാപം ചെയ്യുന്നില്ല എന്ന് പറയാൻ തൻ്റെ ഇടമുള്ള ദൈവമക്കൾ ആരെല്ലാം ഉണ്ട്. പ്രിയപ്പെട്ടവര്, ആ തൻ്റെ ഇടം തരുന്നത് ദൈവമാണ്. ശക്തി തരുന്നത് നിനക്ക് ദൈവമാണ്. ദൈവത്തിൽ ജനിച്ചതിനാൽ പാപം ചെയ്യാൻ കഴിയുകയുമില്ല. അവൻ തന്നെ താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. സ്തോത്രം. ഒരു വാക്യം കൂടെ വായിക്കാം. പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. 1 പത്രോസ് 5:10. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. സ്തോത്രം. എന്താണ് കേട്ടത്? അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിൽ തന്നെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. സ്തോത്രം. എന്നെ നിങ്ങളെയും വിളിക്കുന്നത് ആരാണെന്നറിയാമോ? ഈ ലോകത്തിലെ രാഷ്ട്രീയ ശക്തികളൊന്നുമല്ല, ഈ ലോകത്തിലെ നേതാക്കന്മാരൊന്നുമല്ല. അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ശത്രുവിനോട് പോരാട്ടമുണ്ട്. ഭീകരനായ ശത്രു, അവന് സ്വാധീനമുള്ളതായി ഭൂമിയിലാണ് നാം ജീവിക്കുന്നത്. അല്പകാലം കഷ്ടമുണ്ട്. എന്നാൽ ക്രിസ്തുവിൽ തൻ്റെ നിത്യതേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം, ക്രിസ്തുവിൽ തൻ്റെ നിത്യതേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം എന്ന് വിളിക്കുവോളം എന്ന് പറഞ്ഞാലും തീരാത്തതുപോലെയുള്ള മർമ്മങ്ങൾ അവിടെയുണ്ട്. എന്നെ നിങ്ങളെ വിളിച്ചത് ആരാണെന്നറിയാമോ? നിത്യനായ ദൈവം. എന്തിനാണ് വിളിച്ചത്? ക്രിസ്തുവിൽ വിളിച്ചിരിക്കുന്നു. ക്രിസ്തു എന്ന മണവാളനെ തിരുമാർവിൽ ചേർന്ന് നിൽക്കുന്ന മണവാട്ടിയായതിനെ വിളിച്ചിരിക്കുന്നു. ഇതിനേക്കാൾ കൂടിയ പദവിയുണ്ടോ പ്രിയപ്പെട്ടവര്? തൻ്റെ ഏകജാതനായ പുത്രന്റെ മണവാട്ടിയായി, അവൻ്റെ തിരുമാർവിലോട് ചേർന്ന് നിൽക്കുന്ന മണവാട്ടിയായി നിന്നെ വിളിച്ച സർവകൃപാലുവായ ദൈവം. ആ ദൈവകൃപ നിങ്ങൾ അറിയുമോ? ആ ദൈവസ്നേഹം നിങ്ങൾ അറിയുമോ? ആ ദൈവം നിങ്ങളെ വിളിക്കുന്ന സത്യം നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? ഇപ്പോൾ നമുക്ക് നമ്മെ തന്നെ താഴ്ത്താം. നമുക്കെൻ്റെ കരകളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സ്നേഹവാനായ സ്വർഗീയ പിതാവേ, നിൻ്റെ സ്നേഹത്തെ ഞങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങളെ തന്നെ താഴ്ത്തി തരുന്നു. കർത്താവേ, അവിടുത്തെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണത്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും നമുക്ക് ശുദ്ധീകരിക്കും ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ രക്തത്താൽ കഴുകണം. ശത്രുസല ആകാശത്തെ ഞങ്ങൾ നീക്കണമേ. അവിശ്വാസങ്ങളെ ദൂരീകരിക്കണമേ. ആ അന്ധകാരത്തെ മാറ്റണമേ. അത്ഭുത പ്രകാശമായി ഞങ്ങളെ തീർക്കണമേ. ഈ തലമുറയിൽ വെളിച്ചമായി നിന്നുകൊണ്ട് അനേക അന്ധകാരത്തെ തപ്പി തടയുന്നവരെ ക്രിസ്തുവിനെ ആരായപ്പെടുത്തുവാൻ ഞാനിതാ എന്നെ തന്നെ തരുന്നു. സമർപ്പിക്കാം, താഴ്ത്താം, ഏൽപ്പിച്ചു കൊടുക്കാം. അനുഗ്രഹിക്കണമേ, കൃപയിൽ പൊതിയണമേ, ആത്മാവിനെ പകരണമേ, പാപമോചനത്തിൻ്റെ സൗഖ്യവും സമാധാനവും ഞങ്ങൾക്ക് തരണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. 1-ാമത്തെ പുനരുദ്ധാനത്തിനായി ഒരുക്കണമേ. മാനവും മഹത്വത്തോടെ എടുക്കണമേ. യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ.